ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കണ്ടല്ലോ, ഇത് മസാല ദോശ രാവിലെയാണ്, പക്ഷെ നീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ മാത്രം കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പക്ഷെ നീക്കണതും ഓർഡർ കൊടുക്കണതൊക്കെ കേട്ടോ. അപ്പോൾ പക്ഷേനുള്ളത് കൊണ്ടുവന്നിക്കണു വീണ്ടും മസാല ദോശ തന്നെ. കാരണം ഞാൻ കഴിക്കുമ്പോൾ ഇടങ്കണ്ണിട്ട് നോക്കിക്കണു തോന്നുന്നു. മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടില്ലേ എന്ന് കളിയാക്കണേ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ ഉച്ചക്കുള്ള ചോറ്, ചില്ലി, അതിൻ്റെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ല മസാലയൊക്കെ കൂട്ടിയ സാലഡും പിന്നെ ഇവിടുത്തെ തൈര് ഞാൻ പറയണ്ടല്ലോ. തൈര് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ നല്ല ടേസ്റ്റാണ് ആ തൈര് എന്ന്. എനിക്കിഷ്ടമുള്ള സാധനമാണ് ഒന്ന് തൈര്, ചപ്പാത്തി. പിന്നെ പച്ചമുളകില്ലാത്തൊരു കച്ചവടമല്ല. ആ പച്ചമുളക് കൂട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അധികം എൻ്റെ കഴിയൽ. ഇത് കണ്ട ഷുഗറും ഈ ചായപ്പൊടിയും കൂട്ടുകാരൻ കൊടുത്തട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് കിട്ടിയിട്ട് എന്താ കാര്യം, കാരണം കെറ്റിലില്ല, അടുക്കളയില്ല, പിന്നെ എന്താ നാട്ടിൽ കൊണ്ടുപോകുന്നേ, അല്ലാണ്ട് എന്താ അങ്ങനെ. പക്ഷെ എവിടെക്കോ പോവാണ്, നാളെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ സംഭവമാണ് കേട്ടോ. എന്ത് ചപ്പാത്തി, മുട്ടക്കറി. ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകില്ലാത്ത കച്ചവടമില്ലാന്ന്. അങ്ങനെ പക്ഷേ ഈ മുട്ടക്കറിയത്തെ മുട്ട എനിക്കിഷ്ടമായില്ല. എന്തോ ഒരു ഭയം മുട്ടനെ കണ്ടപ്പോൾ. എന്താണെന്ന് വെച്ചാൽ അവർ പൊരിച്ചിട്ടാണ് കറി കിട്ടുകണത്, പക്ഷേ ഗ്രേവി അടിപൊളിയാണ്. ആ മുട്ട ഞാൻ പേടിച്ചിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്കിഷ്ടമായില്ലേ. അങ്ങനെ കടന്നുറങ്ങി. നേരം വെളുത്തു, വീണ്ടും ഞാൻ ഓർഡർ കൊടുത്തു. ഒരു സെറ്റ് ഇഡ്ഡലി പറഞ്ഞാൽ രണ്ട് ഇഡ്ഡലിയാണ്. അത് ഞാൻ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വന്ന്. അപ്പം പിന്നെ കോൺഫിഡൻസ് ഉണ്ട്. ഒരിക്കൽ കൂടി ഞാൻ കോൺഫിഡൻസൊക്കെ നോക്കി ലിഫ്റ്റിൽ കയറി. യൂബർ വിളിച്ചിരുന്നു. അപ്പോഴേക്കും വിളിപ്പുറത്താണ് യൂബർ എന്നറിയില്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഡൽഹി യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരൽ തുടങ്ങിയതാണ്. ബ്ലോക്ക്, എന്ത് ബ്ലോക്കാടോ കണ്ടില്ലേ. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങടെ പോണേന്ന്. കണ്ടോ ഈ പാറകളുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗി കാണാനില്ലേ. പക്ഷെ പറയണില്ല, സർപ്രൈസ് എന്നറിയണു. എന്തായാലും പോവില്ലേ നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാം. പുറത്തെ കാഴ്ചകളെന്ന് പറയാൻ ഒന്നുമില്ല ബ്ലോക്ക് അല്ലാണ്ട്. ഈ വഴിയോര കച്ചവടക്കാരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വല്ല പാർക്കിലായിരിക്കുന്നു. അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ പോവാണ് കേട്ടോ. എടോ എവിടെയെന്നറിയോ ഇത്? ആ സർപ്രൈസ് പൊളിച്ചു. ഇതാ സ്ഥലം എത്തി. ലോട്ടസ് ടെമ്പിളാണ് ഈ കണ്ടില്ലേ, വിദേശികളൊക്കെ കണ്ടില്ലേ, നിശബ്ദ പ്രാർത്ഥനയുടെ സ്ഥലമാണിത്. അപ്പോൾ ഇൻഷാ അല്ലാ അതിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി കാണിച്ചു എനിക്ക്. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഏത് ഭാഗത്തേക്ക് പോയാലും അതൊരു ലോകമാണ്. ആ ലോകത്ത് ഞാൻ പറയാതെ തന്നെ എനിക്കറിയാലോ. ഇപ്പോൾ രാജ്ഘട്ട് ഒരു ലോകം, കുത്തബ് മീനാർ ഒരു ലോകം. ഇൻഷാ അല്ലാ അതിന് ഞാനിത് കുറച്ച് എടുത്തിട്ടുള്ളൂ. ബാക്കി അടുത്ത വീഡിയോ കൂടെ കാണാം കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.